ഇല്ല. എന്തു വേണം എനിക്കെന്തു വേണം ഇന്ദു. എവിടെ പോണ്ടാ? അവിടെ വരെ പെയിന്റ് അടിക്കാൻ. എണീരടെ. നിന്റെ വര ഞാനൊന്ന് കാണട്ടെ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അടിക്കലേട്ടാ ഒന്നും ചെയ്യില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടോ? കൊള്ളാടേ. ഇനി ഞാൻ പറഞ്ഞ പോലെ വരാ, നല്ല മുഴുപ്പില്. അയ്യോ അണ്ണാ ചതിക്കല്. ആണ്ട് പറപ്പിന് മുമ്പേ കട തുടങ്ങേണ്ടാണ്. ഇനി എന്താ വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണോടേ. പട്ടി കഴിവറ മോനെ, എന്നെ ഉണ്ടാക്കാമെന്നവരുടെ മൊത്തം പേര്. കുഞ്ഞുഞ്ഞ് പെണ്ണൊക്കെ കെട്ടി ഇവിടത്തിനേം കൂടാല്ലേ. നല്ല കച്ചവടം കിട്ടുന്ന ലക്ഷണമുണ്ട്. ഇനി നിന്റെ പേരൂടെ എഴുതേ. അപ്പൊ യവന്മാരാണ് കക്ഷികൾ. എല്ലാരും കണ്ടല്ല. അപ്പൊ നീ എന്റെ പേരങ്ങ് വെട്ടിയരെ. ഡേ നല്ല ചുവപ്പ് നിറത്തില്. നിന്റെ കണക്ക് കയറുന്നു. എണീരടെ. നിന്റെ തന്തയെ ഓർത്താണ് ഇതേലൊക്കെ നിർത്തിയത്. ഇളക്കമുണ്ടോ? വേദനയുണ്ടേ? കാണും. നീ ഇനി പോയി ബാക്കിയുള്ള കഴിവുറമ്മ പറ. വെളിച്ചത്തില് 4 ആള് കാണെ. എന്നെ വന്ന് കണ്ട് അവരവരുടെ വീതവും മേടിച്ചോണ്ട് പോവാൻ പറ. മനസ്സിലായടേ? ആ
ഇതാണ് അണ്ണൻ്റെ ഒരു റൂട്ട്. അപ്പം പറയും ഉടുമ്പിൻ്റെ പിടുത്തം പോലാണ് അണ്ണൻ്റെ വാശിന്ന്. നിങ്ങൾ വിചാരിക്കും വെറൊരു കടവിത്തിയിലാണ് അണ്ണൻ പേരെഴുതിച്ചെന്ന്. എന്നാൽ അങ്ങനെയല്ല. അഞ്ചുതെങ്ങുകാരുടെ മൊത്തം നെഞ്ചത്തോട്ടാണ്. ആണ്ടുപിറപ്പിന് മുമ്പ് ഈ എരണം കെട്ട നാലുമാർക്ക് അടി കൊടുക്കാനുള്ള ആരോഗ്യ ആയുസും അമ്മണി എന്നെ കൊടുക്കണേ. ഭഗവാനെ എന്നെ കാത്തുരക്ഷിക്കണേ. കിഴക്ക് മാമല മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ നീണ്ടു വരന്നു കിടക്കുന്ന ഭൂമിയിൽ ജനിച്ച് ജീവിച്ച എൻ്റെ അപ്പനപ്പന്മാരെ നെല്ലും പതിനും തിരിച്ചു തരണം കേട്ടോ. നാളികേരം ഉടച്ചത് 8 കഷ്ണമായി, 8 തിട്ടവാ. ആണോ? അതുകൊണ്ട് ഉറപ്പാ ആണ്ടുപിറപ്പിന് മുമ്പേ നടക്കൂലല്ലേ? നടക്കത്തില്ല. അയ്യോ, അപ്പം എന്തെങ്കിലും കടുത്ത പണിയത് തന്ന അമ്മണിക്കൊന്നും ഏക്കത്തില്ല. അയ്യോ, അമ്മണിക്കല്ല, പിന്നെ അവന്മാർക്ക. അവന്മാര് 4 2 അടി വീതം വാങ്ങിച്ചു കൊടുത്താൽ അമ്മണിയാണ് കടവർക്കാൻ സമ്മതിക്കും. ആ വഴിക്കൊന്ന് നോക്കാം. ദേവി കാളി മഹാക. എടോ, ഇത് എനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയാ. അപ്പൊ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കേ. താൻ പാതി ദൈവം പാതി എന്നല്ലേ? ആ, പ്രാർത്ഥിച്ചു. ആ, ദേവി കാളി കരിങ്കാളി കാത്തോണേ. അവനെ അങ്ങ് തീർത്ത് കളഞ്ഞാലോടാ. ചുണയുള്ളവന്മാര് കൂടെ തന്നാ മതി. അണ്ണ 3 മാസം കഴിഞ്ഞാണ് എൻ്റെ കല്യാണമാണ്. അതിനു മുമ്പ് പിടികൊടുക്കുന്നതല്ലേ നല്ലത്. ഇല്ലെങ്കിൽ അയാൾ അങ്ങ് കൊന്നോളാണ്. ഇനി എന്തായാലും പക്ഷെ ഞാൻ ഇല്ല കേട്ടാ. നിന്റെ കാര്യം കഴിഞ്ഞല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ എന്നെ എന്തായാലും അവൾ തൊടൂല. ഓ, നീ പിന്നെ വലിയ പോലീസാണല്ലോ. തന്നെടാ, എന്നെ തൊട്ടാലേ അയാൾ ഉണ്ടോ തിന്നും. എടാ കുഞ്ഞിപ്പാക്കി, നിനക്ക് ജോലി കിട്ടാനുള്ള കാരണേ അമ്മണിയാണ് കേസ് കൊടുക്കാഞ്ഞിട്ടാണ് കേട്ടാ. അതൊന്ന് ഓർമ്മിച്ചോളണം. ഇപ്പം ചെന്നൊരു അടി വാങ്ങിച്ചാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. കുഞ്ഞിപ്പക്കി ചിലപ്പോൾ അടി വാങ്ങിക്കുമായിരുന്നു. പക്ഷെ പോലീസുകാരൻ കുഞ്ഞിപ്പക്കി അടി വാങ്ങിക്കൂല. ആ തൊപ്പിയൊന്ന് കയറട്ട്, അടിച്ചവൻ്റെ പരിപ്പിയാൻ മേളിൽ കയറ്റും. ഡാ പൊടിയാ, നീ പേടിക്കണ്ടാ. നിന്റെ കല്യാണം ഞാൻ പോലീസ് ബന്ദോബസ്തി നടത്തും. പോലീസിനെ തൊട്ടാലേ ഊട്ടുമറിച്ച്. ഞാൻ എല്ലാവരോടായിട്ട് പറയാണ്, സംഭവം ഒരു എറുമ്പടിക്കുന്ന വേദനയുള്ളടാ. ടപ്പേന്നും കഴിയും. എണിച്ച് പോളാ പാണം കേട്ടവനെ. വിളക്കുമാടത്തിന് മോളിൽ നോക്കിയാൽ 3-4 മൈൽ അപ്പുറം നന്നായിട്ട് കാണാം. 125 അടി പൊക്കത്തിന് മുകളിലാണ് അണ്ണ ഉള്ളതെന്നുള്ള കാര്യം ഓർത്തോ. നീയൊക്കെ നാട്ടിൽ കാല് കുത്തിയ അണ്ണനെ അറിയും. ഡേ, നോക്കി തന്നെയാണോ വന്നേ? അവനിപ്പോ വീട്ടിൽ കയറി കാണും. എന്തെങ്കിലും 2 പറ്റുകാരി തിന്നിട്ട് പോടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ വാടാ. എന്നാ ശരി, പോട്ടെ മാ. പോയിട്ട് വരി. എല്ലാം എടുത്താടാ. ഇന്ന് രാത്രി തന്നെ പോണോ നീ? ചിലപ്പോ. നോക്കി പോണേക്കളെ. ഒന്ന് നിന്നാണ്. എന്താ എടാ, നീ പോകുന്നതിന് മുമ്പ് അവനെ ഒന്ന് കണ്ടിട്ട് പോകും. വെറുതെ അവന്റെ ദേഷ്യം കൂട്ടണ്ട. അമ്മിണിയെ പറഞ്ഞതാ. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുവാപ്പാ. അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളാൻ എന്നെ കിട്ടൂല. എടാ, പോലീസ് ആകുന്നതിന് മുമ്പ് അതങ്ങ് മേടിച്ചു. ആ മാനക്കേട് 2 ദിവസം കൊണ്ടങ്ങ് മാറും. പോലീസ് ആയാലും അങ്ങനെയല്ല. അവൻ ഞൊട്ടും. ഇങ്ങനെ എൻ്റെ വാപ്പയാണ്, അവന്റെ വാപ്പയാണ്. നീ വാടാ. പോലീസായിട്ട് എൻ്റെ ഒരു വരവുണ്ട്. അപ്പോഴേ അമ്മിണിയും കിമ്മിണിയൊക്കെ എൻ്റെ തനിക്കോണം കാണുന്നത്. ഓലയാ, നീ എന്തിനാ മേടിച്ചേ? ഞാനല്ലല്ലോ പഠിച്ചത്, നീ അല്ലേ പഠിച്ചത്. ഓടാ, നീയാ മേടിച്ചത്. നിനക്ക് പേടിയുണ്ടോ? നീ എൻ്റെ കൂടെ പോര്. രാവിലെ പോന്നാൽ മതി. ഓ, അളിമയ്ക്കോ പേടിച്ച് എത്ര ആളെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കേ? ഓ,
നോക്കണ പോലെ പോലെ ഇല്ലേ അതവനാണ് അക്കരക്കാണോടെ ഓടിക്കോടാ ഇട്ടിട്ടോടാ പട്ടി വന്ന് കളിച്ചിട്ടോടാ പന്നി പോയോടാ നീ എന്തിനാണ് ആദ്യം ഓടി നീ എന്നടാ മയില ആദ്യം ഓടി പോടാ നീ ആദ്യം ഓടി ഓടാ നീ എന്നാ ആദ്യം ഓടി നീ ആദ്യം ഓടി അവാണ് ആദ്യം ഓടിയ. കാക്കിട്ടിട്ട് ഞാൻ വരൂടാ നിന്റെ കൊള്ളയെടുക്കാൻ അമ്മിണി പട്ടി അഭ്യാസം കാണിച്ച ചവിട്ടി കൂട്ടി. അണ്ണ പിന്നാണെങ്കിൽ അണ്ണ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അടിച്ച ഒരു അടി പോലും അണ്ണനെ കൊണ്ടിട്ടില്ല, എല്ലാം പാഴായി പോയി. ഒരു കാര്യം ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യണ്ടേ. കണ്ണ കണ്ണ അണ്ണ അമ്മയുടെ നമ്മുടെ പ്രഭയെ കൊണ്ടുവരുന്ന നടയണേ അങ്ങോട്ട്. നീയൊക്കെ ഇരുട്ടത്തുണ്ടാക്കിയതല്ലേ, 4 പേര് കാണട്ടെ. ഞാൻ പോവല്ല അടിക്കട്ടെ. മുത്തിനെന്തരായാലും ഭാഗ്യമുണ്ട്, കട അടച്ചിട്ടില്ല. നെയ്യപ്പം വാങ്ങിച്ചാലാ? വേണ്ട. മതിയണ്ണ, ചോരണ്ട് മതിയാ. എനിക്ക് പോടേ. മറ്റൊരുടെ അടുത്ത് പറ, മുഹൂർത്തത്തിന് കെട്ടണമെങ്കിൽ നേരത്തെ ഒന്ന് അടി വാങ്ങിച്ചിട്ട് പോവാൻ.